വെറുതെ വാശി പിടിക്കലാന്നോള്. എന്തൊരു കഷ്ടായത്. എന്താ പ്രശ്നം എന്നാ? എടാ ഇന്ന് രാവിലെ പോലെ വലിയ കുഴപ്പമൊന്നുമില്ലേനോ. ഇന്ന് ഉച്ചക്ക് ചോറന്നിട്ടിരിക്കും ഓളെന്നോട് വന്ന് ചോദിക്കുക നമ്മക്ക് എവിടെയെങ്കിലും പോയാലോ എന്ന്. അതന്നെയല്ലേ ഞാൻ ഓട് ചോദിക്കുന്നേ, അതോക്കറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ പോകുന്നെന്ന്. അപ്പൊ ഓള് പറയാ ഒന്നിനുമില്ല വെറുതെ ഏടിങ്ങ് പോവാന്ന്. എടാ അങ്ങനെയുണ്ട് ഒരു പോക്ക്, ഏടിങ്ങ് പോവാ. നമ്മളെന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മള് പുറത്തേക്ക് ഇറങ്ങുവാ. എടി ഇതെല്ലാം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പൊ അങ്ങനെ എല്ലാവർക്കും ഭാര്യനെ അടിമയാക്കി നിർത്താനൊന്നും പറ്റൊന്നുമില്ല. അവരൊക്കെ അവരുടേതായ സ്പേസിലടാ. പിന്നെ എന്ന് വെച്ചാല് നിങ്ങൾക്ക് നിങ്ങളേതായ ഒരു പ്രൈവറ്റ് ടൈം ഉണ്ടാകണമെന്ന് ഓൾ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റൊന്നുമില്ല. നീ ഓളെയും കൂട്ടി ഒന്ന് ടൗണിലെല്ലാം പോയി എന്തെങ്കിലും ഭക്ഷണമെല്ലാം കഴിച്ച് കുറച്ചു നേരം വർത്താനം പറഞ്ഞിട്ട് ഇങ്ങ് വാ. അന്നേരം അങ്ങ് ശരിയാവും. ഇതെല്ലാം അങ്ങനെ ഡീൽ ചെയ്യണോ? നീ ചെല്ലടാ. ശരി എന്നാല്. ഞാൻ വേറെ റെഡിയായി. നമുക്ക് ടൗണിലും പറ്റില്ല. ഞാൻ വണ്ടി എടുത്തുണ്ടാവും. ഏട്ടാ നമുക്കൊന്ന് പുറത്തു പോയിട്ട് വന്നാലോ? പുറത്താ? എന്തിന്? ഒന്നുമില്ല, വെറുതെ ഒരു ചായ എല്ലാം കുടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. ചായക്ക് ഇവിടെ പാലില്ലേ? പാലില്ലേ, ഞാൻ പോയി വാങ്ങിട്ട് വരാം. വേണ്ട, പാലടി ഉണ്ട്. ആ പിന്നെന്നാ, ഗ്യാസ് ഇല്ലേ? ഉണ്ട്. ആ എന്നാ വെച്ചോ, ഞാൻ പോയി വെച്ചോ. വേറെ അധികം നിൽക്കണ്ട, അടുക്കളയിലേക്ക് കൂട്. പുറത്തുണ്ടാകുന്ന ആ സുമേഷേ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? എടാ നമ്മള് ഭാര്യമാരോട് കുറച്ച് റെസ്പെക്റ്റോടെ സംസാരിക്കുക. അതാണ് നമ്മളെ ദാമ്പത്യത്തിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത്.